ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സും കറിവേപ്പിലയും ചേർത്തിട്ട് വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 പട്ട ഈ ഒരു അളവിൽ ചേർക്കാം. ഇതോടൊപ്പം 4 ഗ്രാമ്പു ചേർക്കാം. ഇതോടൊപ്പം 2 ഏലക്ക ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ, മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് 1 പിടി കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പില നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ചെറു തീയിൽ നന്നായി വറുക്കാം. ഈ കറിവേപ്പിലയിലെ ഈർപ്പമൊക്കെ മാറി വരുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിലേക്കായി എടുത്തത് ഒരു വലിയ പിടി കറിവേപ്പിലയാണ്. ഇപ്പോഴിതാ കറിവേപ്പിലയുടെ ഈർപ്പമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറു തീയിൽ വറുത്തത് കൊണ്ട് ഇതിൻ്റെ പച്ച നിറവും മാറിയിട്ടില്ല. ഇതുപോലെ നന്നായി വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. കറിവേപ്പില നന്നായി വറുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നത്. ആദ്യമേ ചേർക്കാത്തത് ആദ്യം ചേർക്കുമ്പോൾ കറിവേപ്പില എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് വറുത്തതിന് ശേഷം ചേർക്കുന്നത്. നെയ്യ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് തിളപ്പിക്കാനായി വയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് നന്നായി തിളപ്പിക്കാനായി അനുവദിക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് സോയാ ചങ്ക്സ് ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായി വയ്ക്കാം. തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ വറുത്ത് തണുക്കാനായി വെച്ചിരുന്ന കറിവേപ്പിലയുടെ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനി ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി ജാറിൽ വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ തുടച്ചിട്ട് വേണം എടുക്കാൻ. പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഞാനിതാ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തത്. ഈ പൗഡർ അല്പനേരം മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. എണ്ണ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 6-7 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി കൂടി ചോപ്പ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാള ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വലിയ സവാള പേസ്റ്റാക്കി ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാളയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കറിവേപ്പില വറുത്ത സമയത്ത് മല്ലി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിപ്പൊടി ചേർക്കേണ്ടതില്ല. ഞാൻ നേരത്തെ മല്ലി ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി പേസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റാം.
ഇപ്പോഴിതാ ഈ മിക്സ് നന്നായി വഴന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചേർത്ത എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞ് വരുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ അല്പം കുറവായി തോന്നിയത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കാം. സോയാ ചങ്ക്സ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാലയൊക്കെ ഈ സോയാ ചങ്ക്സിലേക്ക് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൗഡർ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയുടെ ആ ഒരു മിക്സ് മുഴുവൻ തന്നെ ഇതിലേക്ക് ചേർക്കാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മൾ ചേർത്ത മസാലയൊക്കെ ഈ സോയാ ചങ്ക്സിലേക്ക് പിടിച്ച് കിട്ടും. 5 മിനിറ്റിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. കൈവിടാതെ നന്നായിട്ട് തന്നെ ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഈ ഒരു സോയാ ചങ്ക്സിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുകയുള്ളൂ. 5-6 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സോയാ ചങ്ക്സിൻ്റെ റെസിപ്പി അടിപൊളിയായിരിക്കും. ചിക്കൻ പെരട്ടൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്ന അതേ രീതിയിൽ നന്നായിട്ട് വഴറ്റാം. കൂടുതൽ നേരം വഴറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ കൂടും. ഇപ്പോഴിതാ ഞാൻ 7-8 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ടേസ്റ്റും ഈ ചിക്കനും ബീഫും മട്ടനും ഒക്കെ മാറി നിൽക്കും. അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിതിലേക്ക് ചേർത്തത് ഒരു വലിയ പിടി കറിവേപ്പിലയാണ്. പക്ഷേ ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് തയ്യാറാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കിയാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും തയ്യാറാക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു സോയാ ചങ്ക്സ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് കാണില്ല. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതിലേക്ക് ചേർത്ത കറിവേപ്പിലയുടെ ഗുണങ്ങൾ ധാരാളമാണ്. നമ്മുടെ മുടിക്കും സ്കിന്നിനും വയറിനും പ്രതിരോധശേഷിക്കുമൊക്കെ സഹായിക്കുന്ന കറിവേപ്പില ധാരാളമായി കഴിക്കണം. പക്ഷെ നമ്മൾ കറിയിലൊക്കെ ഇട്ടതിന് ശേഷം അതെടുത്ത് കളയാറാണുള്ളത്. എന്നാൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ കറിവേപ്പിലയുടെ ഒരു ഇല പോലും നിങ്ങൾ കളയില്ല. ഇതേ രീതിയിൽ കറിവേപ്പില ചേർത്ത് ചിക്കനും തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള കറിവേപ്പില ചേർത്തിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ ഈ ഒരു റെസിപ്പി ചൂട് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനോടൊപ്പവും അതുപോലെ പൂരിക്കൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സോയാ ചങ്ക്സും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.